ഗുജറാത്ത് കലാപം കൊണ്ടാണ് ബി.ജെ.പി. ഈ രാജ്യത്ത് അധികാരം പിടിച്ചതെന്ന് പറയാൻ എമ്പുരാൻ കാണിച്ച ധൈര്യമൊന്നും ഒരു മലയാള സിനിമയും കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ബി.ജെ.പിയുടെ നെഞ്ചിലേറ്റ ഒരു അമ്പ് തന്നെയായിരുന്നു സിനിമ. ആദ്യ ഭാഗം കേരളത്തിലെ രാഷ്ട്രീയമായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ രണ്ടാം ഭാഗം ദേശീയ രാഷ്ട്രീയമായി മാറി. സംഘപരിവാറിന്റെ മുഖത്തേറ്റ അടി തന്നെയായിരുന്നു ചിത്രം. വെട്ടിമാറ്റിയത് വെറും രണ്ട് സീനുകൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും മറ്റൊന്ന് ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശവുമായിരുന്നു. അപ്പോഴും ഈ രാജ്യത്തെ RSS ചുട്ടരിക്കുന്നു എന്ന നഗ്ന സത്യത്തെ മൂടാൻ സെൻസർ ബോർഡ് പോലും തയ്യാറായില്ല. സൈബറിടങ്ങൾ മുഴക്കോലുകൊണ്ട് ബി.ജെ.പി. അളന്നെടുത്ത് എമ്പുരാനെതിരെ അതിക്രമം അഴിച്ചുവിടുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഒരു സിനിമയും മറ്റൊരു ഡോക്യുമെന്ററിയുമാണ്. ഒന്ന് ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് മുന്നിൽ കേരളത്തിലെയും മുസ്ലിം സമുദായത്തെയും ഒരുപോലെ നാണം കെടുത്തി സംഘപരിവാർ രചനയിൽ പിറന്ന ചിത്രം. കേരളത്തിലെ പ്രദർശിപ്പിക്കരുത് എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ദി റിയൽ കേരള സ്റ്റോറി എന്ന് നിങ്ങൾ തലക്കെട്ട് നൽകി അവതരിപ്പിച്ച വർഗീയ സിനിമ. ആ സിനിമയിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കൊണ്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ നോക്കിയ നിങ്ങളാണോ എമ്പുരാനെ എതിർക്കുന്നത് എന്ന ചോദ്യമാണ് മനസ്സിൽ വരുന്നത്. കേരളത്തിൽ നിന്നുമുള്ള ഒരു കൂട്ടം സ്ത്രീകൾ ഇസ്ലാമിലേക്ക് മതം മാറ്റുവാനും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുവാനും നിർബന്ധിതരാക്കുന്നു എന്ന് കഥ പറഞ്ഞ ദി കേരള സ്റ്റോറി 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 9ാമത്തെ ഹിന്ദി ചിത്രമായി മാറിയത് ഹിന്ദുത്വത്തിനപ്പുറം നിങ്ങൾ വളർത്തിയ ആന്റി മുസ്ലിം വികാരം കൊണ്ടാണ്. റിലീസിന് തൊട്ടു മുൻപ് സാമുദായിക സംഘർഷം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതി, കേരള ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ നിരവധി ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടു. എന്നിട്ടും അത് പ്രദർശിപ്പിച്ചു. അവരെന്തിനാ ഈ എമ്പുരാൻ എതിർക്കണം? മറ്റൊന്ന് ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി. അത്ര പെട്ടെന്നൊന്നും സംഘപരിവാർ ഇടങ്ങളൊന്നും ഈ ഡോക്യുമെന്ററിയെ മറക്കാനിടയില്ല. അന്താരാഷ്ട്ര മാധ്യമമായ BBC മോദിയുടെ രാഷ്ട്രീയ കാലം മുതൽ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് വരെ ഉൾച്ചേർത്തുകൊണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരനാണ് എന്ന് വിളിച്ചു പറയുന്ന ആ ഡോക്യുമെന്ററി മാത്രമല്ല, ആ മാധ്യമത്തെ തന്നെ ഇന്ത്യയിൽ നിന്നും പറിച്ചെറിയുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ എമ്പുരാന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നെങ്കിൽ ആ സിനിമയെ ഇല്ലാതാക്കാൻ തന്നെ അവർ ശ്രമിച്ചേനെ. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദം ഇന്ത്യയിലെ മുസ്ലിം ജനതയോടുള്ള സർക്കാരിന്റെയും അദ്ദേഹത്തിന്റെയും മനോഭാവത്തെ കുറിച്ച് പറയുന്ന ഡോക്യുമെന്ററി ആയിരുന്നു ദി മോദി ക്വസ്റ്റ്യൻ. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ സത്യം അന്വേഷിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ മോദിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് മറ്റ് ചോദ്യങ്ങൾ പരിവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പിന്നാമ്പുറക്കഥ പുറത്തു വരുമെന്നായപ്പോൾ ദി മോദി ക്വസ്റ്റ്യൻ വിലങ്ങു തടിയിട്ടു. 3 ദൃശ്യഭാഷ അവതരണം നൽകുന്നത് 3 സന്ദേശങ്ങളാണ്. ഒന്ന്, ഈ രാജ്യത്ത് സംഘപരിവാർ നടത്തിവരുന്ന ആക്രമണങ്ങളെയും അധികാര ഗർവിനെയും കേന്ദ്ര ഏജൻസിയുടെ ദുരുപയോഗത്തെയും കൊണ്ട് ഈ രാജ്യം നശിക്കുന്നു എന്ന സത്യം തുറന്നു കാണിക്കുന്നത്. അതായത് ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യ, നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഇന്ത്യയാണെന്ന് കാണിച്ചു തരുന്ന എമ്പുരാൻ. മറ്റൊന്ന്, മോദിയുടെയും കൂട്ടാളികളുടെയും വർഗീയ കറപുരണ്ട കേരള സ്റ്റോറി. മോദിയുടെ ധാർഷ്ട്യം കൊണ്ട് അടിച്ചമർത്തപ്പെട്ട BBC മാഞ്ഞുപോയ ദി മോദി ക്വസ്റ്റ്യനും.